നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്ന അനീഷിന് ഒരു പ്രത്യേക അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു അവാർഡ് തന്നെ ലഭിച്ചിരിക്കുകയാണ്. അനീഷ് തന്നെയാണ് അത് തൻ്റെ ഇൻസ്റ്റാ പേജിൽ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഈ അവാർഡ് എന്ന് പറയുന്നത് പോപ്പുലർ മലയാളി അവാർഡാണ് ഇപ്പോൾ അനീഷിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു എന്നതിനകത്ത് സംശയമില്ല. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവ വികാസം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു അവാർഡ് ഇപ്പോൾ അനീഷിന് ലഭിക്കുക എന്നുള്ളത്. ഇത് അനീഷ് തൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു പോസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ അവാർഡ് ന്യൂസ് 80 കേരളം ഈ ചാനലിൻ്റെ അവാർഡ് ഫംഗ്ഷനാണ്. ഇതിലാണ് അനീഷിന് ഈ ഒരു അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു അവാർഡ് ഫംഗ്ഷനാണ് നടക്കാനായി പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഇതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു വലിയൊരു അവാർഡ് ഫംഗ്ഷനാണ് നടക്കാനായി പോകുന്നത്. ഈ അവാർഡ് ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് മലയാളി ഓഫ് ദ ഇയർ 2025 എന്ന ഈ ഒരു അവാർഡ് ഫംഗ്ഷനിലാണ് ഇപ്പോൾ അനീഷിന് ഈ ഒരു അവാർഡ്, അതായത് പോപ്പുലർ മലയാളി അവാർഡ് അനീഷിന് ലഭിച്ചിരിക്കുന്നത്. അനീഷ് തൻ്റെ ഇൻസ്റ്റാ പേജിൽ കുറിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. അനീഷ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ന്യൂസ് 80 കേരളം ചാനലിൻ്റെ മലയാളി ഓഫ് ദ ഇയർ 2025 പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പോപ്പുലർ മലയാളി 2025 പുരസ്കാരം ലഭിക്കുന്നത് തികച്ചും സംതൃപ്തി തരുന്ന ഒന്നാണ്. ഡിസംബർ 31 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കും. 2025 വിവിധ മേഖലകളിൽ തിളങ്ങിയവർക്കാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ഒരിക്കൽ കൂടി എന്നെ സ്നേഹിച്ചവരോട് ഹൃദയം തൊട്ട് നന്ദി പറയുകയാണ്. നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു അനീഷിൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആ ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ ആ ഒരു വീഡിയോ, അതായത് ഇതിൻ്റെ ഒരു പ്രൊമോ ആയിട്ട് ന്യൂസ് 80 കേരളം തന്നെ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് അനീഷിൻ്റെ ഇന്ന അവാർഡ്. അതോടൊപ്പം തന്നെ അനീഷ് മാത്രമല്ല, മറ്റു പല പ്രമുഖരും, അതായത് 2025 വിവിധ മേഖലകളിൽ തിളങ്ങിയവർക്കാണ് ഈ ഒരു അവാർഡ്. അതിൽ തന്നെ നമ്മുടെ MP ആയിട്ടുള്ള ശശി തരൂര്, മമതാ മോഹൻദാസ്, അങ്ങനെ നിരവധി പ്രമുഖർക്കാണ് ഈ ഒരു അവാർഡ് ഇപ്പോൾ ലഭിക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ അനീഷും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ചെറിയൊരു അവാർഡ് ഫംഗ്ഷൻ അല്ല നടക്കാൻ പോകുന്നത്. ഒരു വലിയൊരു അവാർഡ് ഫംഗ്ഷനിൽ, അതും നമ്മുടെ CM ആയിട്ടുള്ള പിണറായി വിജയൻ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ചടങ്ങിൽ ഇപ്പോൾ അനീഷ് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടം തന്നെയാണ് അനീഷിനെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, എനിക്ക് ഏറെ കൗതുകമുണർത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് അനീഷിന് കിട്ടിയ ഒരു അവാർഡാണ്. അതായത് അനീഷിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് തന്നെ പോപ്പുലർ മലയാളി അവാർഡ് എന്നുള്ള തരത്തിലുള്ള അവാർഡാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലയാളി അല്ലെങ്കിൽ മലയാളം, നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കാണിച്ച ആ ഒരു ഇത് നമുക്കറിയാം. ഈ ഒരു സീസൺ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സീസൺ എന്നല്ല, സീസൺ 1 തൊട്ട് സീസൺ 7 വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അനീഷ് പിടിച്ചതെന്ന് പറയുന്നത്. അതിൽ അനീഷ് നല്ല രീതിക്ക് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മലയാളത്തെ ഏറ്റവും കൂടുതൽ ഒരു ഇതാക്കിക്കൊണ്ടായിരുന്നു അനീഷ് അതിനുടനീളം. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റുകൊണ്ടുള്ള ആ ഒരു സുപ്രഭാതം ബിഗ് ബോസ് എന്നുള്ള ആ ഒരു വെളിയിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് പല രീതിയിലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ആയിരുന്നു. എന്തായാലും അനീഷിന് ഇപ്പോൾ ഒരു പോപ്പുലർ മലയാളി അവാർഡ് എന്നുള്ള തരത്തിൽ, അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ വരെയും അനീഷ് എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം ഒന്നും തന്നെ സുപരിചിതനല്ലാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം, ഇതിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഈ ഒരു തരത്തിലൊരു പോപ്പുലർ മലയാളിയായി മാറി ആ ഒരു അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു കോമണറായിട്ട് വന്ന്, അതിന് മുന്നേ ഒരു സെലിബ്രിറ്റിയോ അങ്ങനെ ഒന്നും തന്നെ അല്ലാതിരുന്ന ഒരു വ്യക്തി ഒരു കോമണറായിട്ട് വന്ന് ഇപ്പോൾ ഒരു പോപ്പുലർ മലയാളി അവാർഡ് വാങ്ങണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് എന്ന കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. പ്രത്യേകിച്ച് സീസൺ 7 വിന്നറല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി. അതും കൂടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു സീസണിൻ്റെ വിന്നർ പോലും അല്ലാത്ത സെക്കൻഡ് പ്ലേസ് കിട്ടിയ ഒരു വ്യക്തി ഈ ഒരു തരത്തിൽ പോപ്പുലർ മലയാളി അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത്, അപ്പോൾ അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സുപരിചിതനായി അല്ലെങ്കിൽ അത്രത്തോളം ഒരു ട്രെൻഡിങ് ആയി മാറിയ ഒരു വ്യക്തി ആ ഒരു തരത്തിൽ ഒരു പോപ്പുലർ മലയാളി അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ് എന്ന കാര്യം 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ ആയിരിക്കണം അനീഷ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പോസ്റ്റിൻ്റെ കൂടെ എഴുതി ചേർത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ ആ ഒരു
സപ്പോർട്ട് തന്നെയായിരുന്നു അനീഷിൻ്റെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. അതായത് ഒരുപക്ഷെ വിന്നർ പോലും ആകാനായിട്ട് യോഗ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തി ചില കാരണങ്ങളാൽ വിന്നറാകാതെ പോയി. പക്ഷേ എങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വീകാര്യത ലഭിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു തെളിവെന്ന് തന്നെ ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അനീഷിൻ്റെ ജീവിതത്തിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു അവാർഡ് കിട്ടാൻ പോകുന്ന ആ ഒരു തരത്തിലുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ ഇത് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഡിസംബർ 31 ഈ ഒരു അവാർഡ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. നമുക്കറിയാം ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന ആ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്ക് ഏറ്റവും കൂടുതൽ മലയാളികളെ പോലും വെറുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ സത്യസന്ധമായിട്ട് തുറന്നു പറയണമല്ലോ, നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. പേഴ്സണലി എനിക്ക് പോലും തുടക്കത്തിൽ വെറുപ്പ് തോന്നിയ ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത്. കാരണം ആ ക്യാരക്ടർ, ആ സ്വഭാവം, ആ കാണിച്ച രീതികളെല്ലാം തന്നെ. പക്ഷേ അത് പിന്നെ പോകെ ഒരു എന്താ പറയുക 50 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു ഡേയ്സ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ആ ഒരു ഗ്രാഫിൽ നിന്ന്, അതായത് ഏറ്റവും നെഗായിരുന്ന ആ ഒരു വ്യക്തി പിന്നെ അത് കംപ്ലീറ്റ്ലി പോസിറ്റീവായി മാറുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു കോമണറായിട്ട് വന്ന ഒരു വ്യക്തി ഈ ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി മാറ്റി ആ ഒരു തരത്തിൽ ജനങ്ങൾക്കിടയിൽ, മലയാളികൾക്കിടയിൽ അത്രത്തോളം ഒരു ട്രെൻഡിങ് ആയി മാറുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല. ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് തന്നെയാണ് അനീഷിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇനി എന്തൊക്കെ തന്നെ ആയാലും, കപ്പ് നേടിയും കപ്പ് നേടിയില്ലെങ്കിലും ആ ഒരൊറ്റ കാര്യം അത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, അതിൽ സംശയമില്ലാതെ. അത് തന്നെയാണ് ഇപ്പോൾ അനീഷിന് ലഭിക്കാൻ പോകുന്ന ഈ അവാർഡ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ, അതായത് പോപ്പുലർ മലയാളി അവാർഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് അർഹൻ അനീഷ് തന്നെയാണ്. അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം അവർ ആ ഒരു അവാർഡ് അനീഷിന് തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ഇതുപോലെ കിട്ടട്ടെ. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ.